ഇയാളുടെ ആ ബേസിസ് തന്നെ ശരിയല്ല. ഞാൻ ചരിത്രത്തിൽ ആണ് പറഞ്ഞത് എന്ന് പറഞ്ഞാല് ചരിത്രം നിന്ന് എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? എന്ത് ചരിത്രം? സംസാരിക്കുന്നത് മുസ്ലിങ്ങളോടാണ്, വിമർശിക്കുന്നത് മുസ്ലിങ്ങളുടെ സംഭവങ്ങളെയാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് വേണം നോക്കാൻ. ഹദീസ് ഇതിനകത്ത് മലക്ക് അറിയിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്വീകരിക്കും. അത് ഞാൻ സ്വീകരിക്കത്തില്ല എന്ന് ലിയാഖത്തിൽ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഡയലോഗ് ആവുന്നത്? എന്തിനാ നിങ്ങൾക്ക് പിന്നെ സംസാരിക്കാൻ വരരുത്. വെറുതെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ മാത്രമാണ് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മളെ ബോധവൽക്കരിക്കുന്ന ഒന്ന് ഈ ഖുർആൻ ശരിയല്ല എന്ന് കാണിക്കണം, ഇത് തെറ്റുണ്ടെന്ന് കാണിക്കണം. അങ്ങനെ ഞങ്ങളെ ഇതിൽ നിന്ന് മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇത് ചിലത് ഞാൻ എടുക്കും, ചിലത് ഞാൻ എടുക്കത്തില്ല, മലക്കും ഇബ്ലീസും വരുന്ന ഹദീസും ഞാൻ എടുക്കത്തില്ല, പ്ലെയിൻ ഹദീസ് ഞാൻ എടുക്കും. എങ്ങനെ ഒരു മുസ്ലിമായിട്ടാണ് സംസാരിക്കുന്നത്? മുസ്ലിമായിട്ടുള്ള ഡയലോഗ് എങ്ങനെ വരുന്നത്? അത് വരില്ല, അത് ശരിയാവില്ല. അപ്പം ആ സ്റ്റാൻഡേർഡ് തന്നെ ശരിയല്ല, ചരിത്രത്തിലില്ല, ഇബ്ലീസ് വന്ന് ഞാൻ അത് എടുക്കത്തില്ല എന്ന് പറയുന്ന ആൾക്ക് ഹദീസ് എടുക്കാൻ പറ്റത്തില്ല. ഹദീസ് കംപ്ലീറ്റ് റെവലേഷൻ ആണ്. പ്രവാചകൻ വഹീൽ പറഞ്ഞെന്നാണ് മെയിൻ ഹദീസ്. മിക്കവാറും ഹദീസുകളല്ല, എല്ലാ ഹദീസും റെവലേഷൻ അല്ല. ചില കാര്യങ്ങൾ റെവലേഷൻ അല്ലാതെയും പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെ എടുക്കും? മലക്കമെന്ന് പറഞ്ഞതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അത് ഞാൻ വിശ്വസിക്കത്തില്ല എന്ന് ലേഖത്തിൽ പറഞ്ഞാൽ ലേഖത്തിലേക്ക് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള ആ പ്ലാറ്റ്ഫോം നിൽക്കാൻ പറ്റത്തില്ല എന്നാണ് അർത്ഥം. അപ്പം ഇരട്ടത്താപ്പാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒറ്റ ഉത്തരം അതേ ഉള്ളൂ. അയാൾ വിമർശിച്ചത് ഒരു ബുക്ക് എടുത്തിട്ടാണ്, ഞാൻ മറുപടി ആ ബുക്കിൽ നിന്ന് കൊടുത്തു. ഇത്രേ ഉള്ളൂ. ഇയാൾക്ക് എന്തോ സനത് ഇയാൾക്കെന്തോ അറിയില്ല. അയാൾ ഒരു ബുക്കിൽ നിന്ന് എടുത്തിട്ട് വിമർശിക്കുന്നു, അതേ ബുക്കിൽ നിന്ന് നമ്മൾ റെഫറൻസ് കൊടുക്കുന്നു അല്ല എന്നുള്ളത്. അത്രേ ഉള്ളൂ. ബാക്കി സനത് കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. അത്രേ ഉള്ളൂ. അതുകൊണ്ടല്ല. ആ ഹദീസിൽ രണ്ടായിട്ട് കാണുന്നതിന്റെ റീസൺ ഉണ്ട്. ആദ്യത്തെ സംഭവങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് പ്രവാചകൻ പറഞ്ഞെന്ന് വരും. ആ ചാടി എന്ന് പറയുന്നത് ആൾക്കാർ പറഞ്ഞെന്ന് വരും, കറക്റ്റായിട്ട് ആളുടെ പേര് വരത്തില്ല. അതുകൊണ്ടാണ് രണ്ടാക്കുന്നത്. അവിടെ ആൾക്കാർ പറയപ്പെട്ടു. ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഏതാള്, എവിടെ വെച്ച്, അത് ആരുടെ അടുത്ത് പറഞ്ഞു, അയാളുടെ പേരെന്താണ്, ഹിസ്റ്ററി എന്താണെന്ന് അറിയണം. അങ്ങനെ അറിയാതെ പറഞ്ഞു കഴിഞ്ഞാല് അത് എടുക്കില്ല. ഹാഫ് ആക്കിയതല്ല അത്. അതിനകത്ത് തന്നെ അങ്ങനെ വേർഡിങ്സ് അങ്ങനെ തന്നെ ഉള്ളത്. അവിടെ ആളുകൾ പറഞ്ഞു എന്ന് വരും. ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏത് ഹദീസായാലും ലൈഫ് തന്നെയാണ്. അതിന് മുമ്പുള്ളതിന് പക്ഷെ കറക്റ്റായിട്ട് ഒരാൾ പറഞ്ഞെന്നാണ് വരുന്നത്. അതാണ് എന്റെ ആൻസർ. ഒന്ന്. രണ്ടാമത്തത് ചരിത്രത്തിൽ തെളിവ് വേണമെന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ ഹദീസ് ചരിത്രമാണോ ഇല്ലയോ? ഹദീസിനകത്ത് ഒരുപാട് മലക്കുകൾ എന്ന് പറഞ്ഞു വരും. അപ്പൊ അത് ഇയാൾ വിശ്വസിക്കുകയോ ഇല്ലയോ? ചരിത്രത്തെക്കാട്ടി കൂടുതൽ തെളിവാണ് നമുക്ക് ഹദീസ്. അതിനകത്ത് മലക്കുന്ന ഇബ്ലീസിനൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ അത് വിശ്വസിക്കുന്നതിന് പിന്നെ എന്തിനാ വിമർശിക്കാൻ വരുന്നത്? നമ്മുടെ പ്രമേശത്തിൽ നിന്നുകൊണ്ടല്ലേ ചെയ്യേണ്ടത്. നമുക്ക് ഹദീസ് തെളിവാണ്. ലൈഫായ ഹദീസ് പല രീതിയിലുണ്ട്. എങ്ങനെ പല രീതിയിലുള്ളത്? ലൈഫ് അത്രേ ഉള്ളൂ. ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മറവിയിൽ പറഞ്ഞതുകൊണ്ട്, അതൊക്കെ. പക്ഷെ അത് സ്വീകാര്യമല്ല. ഒറ്റ കാറ്റഗറി അത്ര. ലൈഫ് ഹദീസ് എത്ര കാറ്റഗറി ആണെങ്കിലും നമ്മൾ സ്വീകരിക്കില്ല. അതൊക്കെ എന്തിനാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? അത് ഇതിനകത്ത്